ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ് കൂടി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ് കൂടി ടെലിഫോണിലുണ്ട്. അനിൽ ബോസ്, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഇതേ സമയം ചർച്ച ചെയ്തത് ഇന്ത്യ മുന്നണി പുലർത്തുന്ന ഒരു ആത്മവിശ്വാസം, ഖാർഗെയുടെ നേരിട്ടുള്ള അറ്റാക്കുകൾ അതായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്ന് എൻ ഡി എ കുറച്ചുകൂടി കിടത്തിയാണ്. കാരണം 9-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി നിശ്ചയിച്ചിരിക്കുകയാണ്. എൻ ഡി എ കർത്തവ്യ പഥിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് മോദി സത്യപ്രതിജ്ഞയും ക്യാബിനറ്റ് മന്ത്രിമാരുടെ പ്രതിജ്ഞ മറ്റ് സമയങ്ങളിലായിരിക്കും. 100 ക്യാമറകൾ തയ്യാറാക്കാൻ ദൂരദർശന് പ്രസാർ ഭാരതി നിർദ്ദേശം നൽകി കഴിഞ്ഞു. അപ്പോൾ എല്ലാം കണക്ക് കൂട്ടി അവരുടെ ഇന്റേണൽ സർവേ പ്രകാരമുള്ള റിപ്പോർട്ട് അനുസരിച്ചാണ് ഏത് വിധത്തിലും എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അനിൽ ബോസ്. അല്ല, അത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ എല്ലാ പാർട്ടികൾക്കും എല്ലാ നേതാക്കൾക്കും അവകാശമുണ്ട്. ആ ഒരു തോന്നൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ച് നിർണായകമായ സീറ്റുകൾ തന്നെയാണ് ഇനിയുള്ളത്. ഒരു വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ ഭാവി നിശ്ചയിക്കാൻ കഴിയുന്ന നമ്പറിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ് ജൂൺ 1-ാം തീയതി നടക്കാനിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞതുപോലെ 353 സീറ്റുകളുള്ള ഇന്ത്യ സഖ്യത്തിന് 230 പോലും കടക്കാൻ കഴിയില്ല എങ്കിൽ ആ 230 കടക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് ഗവൺമെന്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര വേണം? ആ നമ്പർ സീറ്റിലെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അപ്പൊ ചെറിയ കാര്യമല്ല. അപ്പൊ ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ നടത്തുന്ന ഒരു അഭിനയം, ആത്മാവിഷ്കാരം എന്നത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യത്തിൽ ഒരു ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും വെച്ച് ഏറ്റവും നല്ലത് പ്രധാനമന്ത്രി പോയിരിക്കുന്ന ഈ പാറയേക്കാൾ നല്ലത് അദ്ദേഹം പോകേണ്ടത് പേരൂർക്കടയ്ക്കടുത്തുള്ള ഒരു പാറയിലേക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ വെച്ച് ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്. ഇന്ത്യൻ പൊതുസമൂഹത്തിനും അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്. ഒരു പ്രധാനമന്ത്രി കാണിക്കേണ്ട കോപ്രായങ്ങളാണോ ഈ കാണിക്കുന്നത്? ഇതൊക്കെ വളരെ നമ്മുടെ നാടിന്റെ നിലവാരം എത്രത്തോളം പോകുന്നു, രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെ നിൽക്കുന്നു? ഇവിടെ ഒരു ഫാൻസി ഡ്രസ് ആണ്, ഷോയാണ് നടക്കുന്നത്. ആ ഷോയ്ക്കപ്പുറം യാതൊരു പ്രാധാന്യവും പക്ഷേ പ്രാധാന്യം കോൺഗ്രസ് കൊടുത്തു കേട്ടോ. ആ ഷോയ്ക്ക് കോൺഗ്രസ് പ്രാധാന്യം കൊടുത്തു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണ്. പരാതി കൊടുത്തു. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണമാണെന്ന് പറയുന്നു. കാരണം അങ്ങനെ 58 സീറ്റുകളിലെ മത്സരം നാളെ നടക്കാൻ പോകുന്നു. അതിനെ സ്വാധീനിക്കുമെന്ന് പറയുന്നു. അപ്പോൾ കോൺഗ്രസിനെ അല്പം ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഈ ധ്യാനം. അല്ല, ഞാൻ പറഞ്ഞതെന്താ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? താങ്കൾ എന്തെടുക്കായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? നിർണായകമാകാൻ പോകുന്നതാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള നാട്യങ്ങളുടെ ഭാഗമാണ് ഈ പാറയിൽ പോയി കുത്തിയിരിപ്പ് എന്നല്ലേ ഞാൻ പറഞ്ഞത്? പച്ചയ്ക്ക് പറഞ്ഞതല്ലേ ഞാൻ? അല്ല, പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്റെ ചോദ്യം. പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിന്റെ മഹിമ കളഞ്ഞുകൊണ്ട് നടത്തുന്ന നാടക വേഷങ്ങൾ, ശരി, വേഷം കെട്ടിയ ആടലുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ജനത പുച്ഛിച്ചു തള്ളുമെന്ന് തന്നെയാണ് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞത്. ഇന്ത്യൻ ജനത പുച്ഛിച്ചു തള്ളും. പിന്നെ അവർക്കൊരു തോന്നലുണ്ടാവാം, BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഒറ്റകക്ഷി ഭൂരിപക്ഷം കിട്ടിയേക്കാം. അങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ ആദ്യം 45 ദിവസം കോൺഫിഡൻസ് മോഷൻ വരുന്നത് വരെയുള്ള സാഹചര്യം അവർക്ക് അനുകൂലമായി വരും. രാഷ്ട്രപതി RSSകാരൻ, ഉപരാഷ്ട്രപതി RSSകാരൻ അവരെല്ലാവരും ആ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നു. രാഷ്ട്രപതി ആണെങ്കിലും അല്ല, അവരുടെ കൺട്രോളിൽ നിൽക്കുന്നവരാണല്ലോ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ തന്നെ. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒറ്റക്കക്ഷി എന്നുള്ളതിൽ ആദ്യം അവസരം കിട്ടിയാൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് അവർക്കുണ്ടാവും. അതിന് ഞാൻ എതിർക്കുന്നില്ലെന്നേ. പക്ഷേ നമ്മുടെ പോയിന്റ് ഇതാ, അവർക്കത് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുന്ന മുന്നണി സംവിധാനത്തിൽ പോലും ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാ ആശങ്ക കാണിക്കേണ്ട കാര്യം? ശരി, തുടരുക. AP അബ്ദുള്ളക്കുട്ടി.